ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണണം, അറിയണം, വിശേഷങ്ങൾ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു താരമാണ് എന്റെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം ഗായത്രി സുരേഷ്. വെൽക്കം ടു ദ ഷോ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി. ഞാൻ കുറച്ച് പുറകോട്ട് റിവൈൻഡ് ചെയ്യട്ടെ. ഒരു സമയത്ത് എനിക്ക് പ്രണവ് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ഏറ്റുവാങ്ങിയ ട്രോളുകൾ, വിമർശനങ്ങൾ ഒക്കെ അതിഭീകരമായിരുന്നു. ആ സമയത്തൊക്കെ ഗായത്രി ചിരിച്ചോണ്ടേ നിന്നിട്ടുള്ളൂ. നിങ്ങളൊന്നും എന്നെ ഉപദ്രവിക്കാതെ പോടോ എന്ന് ആരോടും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു, അത് ഉള്ളിനുള്ളിലെ വിഷമുണ്ടായിരുന്നു. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പേടിച്ചിട്ടാ. അത് ഉള്ളിനുള്ളിലെ വിഷമുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുതലെടുക്കണേ സജി. അല്ല, ഒരു സമയത്ത് ഗായത്രി എന്ന് പറഞ്ഞാൽ ട്രോളുകളുടെ ഒരു റാണി, ആ ഒരു ലൈൻ ആയിരുന്നു. എന്നെ കാണുന്നെങ്കിൽ മുകളിലോട്ട് കിടക്കണം. ഈ പൈലറ്റുമാരെ പോലെ ആകാശത്തുള്ള പണിയിലെ തമാശ. సినిమాలోకి వెళ్తున్నాం అంత నా అదృష్టం నేను ఇక్కడ ఉన్నాం. ആണല്ലേ? എന്താ ഷൈട്ടോ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇത് പറയുമ്പോ എനിക്കൊരു മാതിരി ദാഗവല്യം തോന്നുന്നു. എന്നാലും സാരി ഉടുത്ത ഫൈറ്റ് സീൻ ചെയ്യാൻ കാണിച്ച ആ ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടി ഉണ്ണി? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിട്ടാ ട്രൈ. എന്റെ മനസ്സിൽ കൂടെ ഷിപ്പ് പോയതാന്നറിയോ? ആ ഉണക്കമുന്തിരി പാട്ട്. വെറ്റലയും പാമ്പും ചവയ്ക്ക. ഞാൻ കുറെ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ലാലേട്ടനെ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ആ എവിടെ പോണു? തൊണ്ട വെള്ളം വെള്ളം കുടി. ആണോ? Yes. ഒന്ന് കാണിക്കൂ. Of course. വാ കാണാം. ഉത്തമി എന്ന് പറഞ്ഞ സിനിമയുടെ ലാലേട്ടനെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നുവെച്ചാ എങ്ങനെ? അത് നിന്റെ തെറ്റ്. എനിക്ക് ഹോളിവുഡ് വരെ പോകണം എന്നാണ് എന്റെ ആഗ്രഹം. ബോളിവുഡിൽ ചെയ്യണം. ഹോളിവുഡിൽ അതിച്ചിരി കൂടുതലല്ലേ? എന്നെങ്കിലും ഈ ലോകം ഈ മഹാനായ കലാകാരനെ തിരിച്ചറിയും.